നമസ്കാരം. ഇപ്പോൾ ഏറ്റവും വിവാദ വിഷയമായിരിക്കുന്നത് കേരളത്തിൽ കറുപ്പിനെ ചൊല്ലിയുള്ള വെളുപ്പിൻ്റെ വിദ്വേഷ പ്രകടനമാണ്. കറുപ്പും വെളുപ്പും മഞ്ഞയും നീലയും, ഇനി 7 നിറങ്ങളെക്കുറിച്ച് ചിന്തിച്ചാലും ഈ 7 നിറങ്ങൾ എവിടെ നിന്ന് വന്നു എന്നറിയണമെങ്കിൽ അറിവുള്ളവർക്കേ മനസ്സിലാവും. മഹാഭാരതത്തിൽ കൃത്യമായിട്ടും അതിനുള്ള മറുപടി കിട്ടും. ഭാരതീയ സംസ്കാരത്തിൽ പ്രധാനപ്പെട്ട കൃതികളിലൊന്നാണ് മഹാഭാരതം. ആ മഹാഭാരതം മുഴുവൻ സംസ്കാര സമ്പന്നതയോടുകൂടി വായിച്ചിട്ടുള്ള ആളുകൾ പഠിച്ചെടുത്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ഏകവർണ്ണമിതം സർവം പൂർവമാസീത് യുധിഷ്ഠിര എന്നതാണ് ആ ശ്ലോകാർത്ഥം. എല്ലാ നിറങ്ങളും ഒരു നിറത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അതിനർത്ഥം. ഭീഷ്മാചാര്യർ ശരശയ്യയിൽ സ്വച്ഛന്ദമൃത്യു കാത്തിരിക്കുന്ന സമയത്താണ് ഇവിടെയുള്ള പല നിറങ്ങളെക്കുറിച്ചും പല ഭാഷയെക്കുറിച്ചും പല വേഷത്തിനെക്കുറിച്ചും വൈവിധ്യങ്ങളെന്ന് പറയാം, വൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെ ആചാര്യരോട് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. യുധിഷ്ഠിരൻ ധർമ്മപുത്രനാണ്, ധർമ്മം അറിയുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും സംശയമുണ്ടായിരുന്നു പല കാര്യങ്ങളിൽ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സംശയം കൊണ്ടാവണമെന്നില്ല, മറിച്ച് ലോകം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് കലികാലത്തിൽ ചില ആളുകൾക്ക് ബുദ്ധിഭ്രമം വരികയും എല്ലാം അറിയുന്നവരാണ് ഞങ്ങളെന്ന് ധരിക്കുകയും ചെയ്യുമ്പോൾ കറുപ്പും വെളുപ്പും നീലയും മഞ്ഞയും പച്ചയും എല്ലാം വ്യത്യസ്ത നിറങ്ങളാണ് എന്നും, എൻ്റെ നിറമാണ് ഏറ്റവും നല്ല നിറമെന്നും, ഞാൻ ചിന്തിക്കുന്ന നിറമാണ് ഏറ്റവും നല്ല നിറമെന്നും, ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് ശരിയെന്നും, എൻ്റെ മതമാണ് ശരിയെന്നും, എൻ്റെ ജാതിയാണ് ശരിയെന്നും, എൻ്റെ പ്രത്യയശാസ്ത്രമാണ് ശരിയെന്നും, എൻ്റെ ചിന്തകൾ മാത്രമാണ് ശരിയെന്നും തോന്നുമ്പോൾ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് മഹാഭാരതത്തിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ഭീഷ്മരിലൂടെ യഥാർത്ഥത്തിൽ യുധിഷ്ഠിരൻ അവതരിപ്പിക്കുന്നത്. അത് യുധിഷ്ഠിരൻ അവതരിപ്പിക്കുന്നതിനും അപ്പുറത്ത് ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തിന് വേണ്ടിയിട്ട്, ലോകത്തിന് വേണ്ടിയിട്ട്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ജീവജാലങ്ങളുടെയും സാഹോദര്യഭാവവും എല്ലാം ഈശ്വരനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ള കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ വേണ്ടി വ്യാസർഷി തന്നെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. വ്യാസനെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ വ്യാസൻ ഏത് ജാതിയിൽ പിറന്നു, ഏത് മതത്തിൽ പിറന്നു, ഏത് വർഗത്തിൽ പിറന്നു, ഏത് വർണ്ണത്തിൽ പിറന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് ഒരുപക്ഷെ വ്യാസൻ വളരെ പിന്നോക്കക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കരുതാൻ സാധിക്കുകയുള്ളൂ. ആ വ്യാസനാണ് 4 വേദങ്ങളെ പകുത്തു വെച്ചത്. ആ 4 വേദങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഭരതമുനി നാട്യശാസ്ത്രം രചിച്ചത്. ഭരതമുനി നാട്യശാസ്ത്രം രചിച്ചത് സ്ത്രീകൾക്ക് വേണ്ടിയോ പുരുഷന്മാർക്ക് വേണ്ടിയോ എന്നുള്ള രീതിയിലല്ല. അവിടെ നടനമായാലും നൃത്തമായാലും നാട്യമായാലും മോഹിനിയാട്ടമായാലും മോഹനാട്ടമായാലും ശരി, ഭരതമുനി അവതരിപ്പിക്കുന്നത് കലയാണ്. കലയിൽ ആണെന്നോ പെണ്ണെന്നോ കറുപ്പെന്നോ വെളുപ്പെന്നോ വർഗവ്യത്യാസങ്ങളോ ജാതി വ്യത്യാസങ്ങളോ ഒന്നുമില്ല. ഇതെല്ലാം കൊണ്ടുവരുന്നവരാണ് യഥാർത്ഥത്തിൽ വർഗീയവാദികളെന്ന് നാം തിരിച്ചറിയുക. ഇവരാണ് സമൂഹദ്രോഹികളെന്ന് നാം തിരിച്ചറിയുക. ഇവരെ സാമൂഹ്യ ബാഹ്യരാക്കുക എന്നുള്ളതാണ് വേണ്ടത്. എന്തെല്ലാം ഡോക്ടറേറ്റ് നേടിയ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മഹാഭാരതത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്നു. ഭരതമുനിയുടെ നാട്യശാസ്ത്രം പഠിച്ചിട്ട് ഡോക്ടറേറ്റ് എടുക്കുന്ന ആളുകൾ ഭരതമുനിയെയും വ്യാസരെയും ചതുർവേദങ്ങളെയും മനുഷ്യകുലത്തിനെയും അവമാനിക്കുന്നവരാണ്. അവരുടെ ഡോക്ടറേറ്റിന് എന്ത് മൂല്യമാണുള്ളത്? ഒരു കാലത്ത് എഴുത്തച്ഛനെ പുച്ഛിച്ച് തള്ളിയിരുന്ന ധാരാളം ആളുകളെ നമുക്കറിയാം. അവരിൽ പലരും പിന്നീട് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഗവേഷണം നടത്തുകയും ഡോക്ടറേറ്റ് എടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ മഹത്തായ കൃതികളെയും മഹാകവികളെയും പുച്ഛിച്ച് തള്ളുകയും കഴിവുള്ളവരെ അവമാനിക്കുകയും ചെയ്തുകൊണ്ട് എന്നേക്കാൾ മറ്റൊരാൾക്ക് കഴിവുണ്ടാവരുത് എന്നും കഴിവില്ല എന്നും ധരിക്കുന്ന തരത്തിലേക്ക് അഹന്തയോടുകൂടി പെരുമാറുകയും ചെയ്യുന്നവരെയാണ് ഇത്തരത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. വാൽമീകി മഹർഷിയെക്കുറിച്ച് ചിന്തിച്ചാലും ഭാരതത്തിലെന്നല്ല ലോകത്തിൽ തന്നെ ആദികവിയായിട്ട് ഋഷികവിയായിട്ട് മാറിയിട്ടുള്ള വാൽമീകി മഹർഷി ഏതു വർഗത്തിലാണ് പെടുന്നത്? വാൽമീകി മഹർഷി എന്ന് പറയുന്ന ആ കാട്ടാളനായിരുന്ന, കാടനായിരുന്ന, വേടനായിരുന്ന ആ വ്യക്തി എങ്ങനെയാണ്
ലോകത്തിന് മുൻപിൽ ഒരു മഹാകവിയായിട്ട്, ഋഷികവിയായിട്ട്, ആദികവിയായിട്ട് മാറിയത് എന്ന് ചിന്തിച്ച് നോക്കുക. അദ്ദേഹത്തിൻ്റെ വർഗമോ വർണ്ണമോ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ വർണ്ണവെറിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. ഇതിന് കൃത്യമായിട്ടും സമൂഹത്തിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തുകയും നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കരണീയം. ഈ തരത്തിൽ കൃത്യമായിട്ട് അതിർവരം വിട്ടുകൊണ്ട് ഇന്ന് അഹങ്കാതിരേകം കാണിക്കുന്ന ആളുകളെ കലാകാരന്മാരായിട്ടല്ല കരുതേണ്ടത്, കലാപകാരികളായിട്ടാണ് കരുതേണ്ടത്. തമ്മിലടികളുണ്ടാക്കുന്ന, വർഗീയ വിദ്വേഷം പരത്തുന്ന, ജാതിക്കോയ്മയിലൂടെ നിലനിൽക്കുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് നല്ല മറുപടി ശങ്കരാചാര്യരൊക്കെ കൊടുത്തിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാലികമായിട്ടുള്ള വിഷയത്തിൽ യുവത്വവും പ്രതികരിക്കണം. ഇന്നത്തെ തലമുറ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ട്. പുതിയ എഴുത്തുകാരും കലാകാരന്മാരും ചിന്തകന്മാരും അത്തരത്തിൽ മുന്നോട്ട് വന്നുകൊണ്ട് വരുന്നൊരു നാളേക്ക് വേണ്ടിയിട്ട് ഏകം സത്ത് വിപ്രാഹ ബഹുധാവദന്തി എന്ന് പറയുന്ന ഭാരതീയമായൊരു ദർശനത്തോടുകൂടി മുന്നേറട്ടെ എന്നാണ് നമുക്ക് ആത്യന്തികമായിട്ട് ഇതിനെക്കുറിച്ച് ഒരഭിപ്രായം പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം.